Hi friends, welcome to Jasna's kitchen. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നാട്ടുമ്പുറങ്ങളിലൊക്കെയാണ് അധികം ഈ ബിസ്ക്കറ്റ് മുമ്പൊക്കെ കാണാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ബേക്കറിയിലും അവൈലബിൾ ആണെന്ന്. മുമ്പൊക്കെ നമ്മളെ ഡാഡിയുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ മാത്രമാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് പറയുന്ന മഞ്ഞ ബിസ്ക്കറ്റ്, അണ്ടി ബിസ്ക്കറ്റ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ പേര് മുട്ട ബിസ്ക്കറ്റാണ്. പിന്നെ അതുപോലെ കോയിൻ ബിസ്ക്കറ്റ് എന്നും പറയും. അപ്പോൾ പലരുടെ നാട്ടിലും പല രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഓവനോ ബീറ്ററോ ഒന്നും വേണമെന്നില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള എടുക്കുക കേട്ടോ. നമ്മൾ കേക്ക് എന്തുണ്ടാക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ 1/2 കപ്പ് തന്നെ മതിയാവും കേട്ടോ. നന്നായി മധുരം വേണ്ടവർക്കും 1/2 കപ്പ് തന്നെ മതിയാവും. കാരണം ഇത് 1/2 കപ്പ് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്കിതിന് എഗ് ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു വിസ്ക് വെച്ച് തന്നെ ചെയ്താൽ മതി. ഇനി വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ അളവിലാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഉരുക്കാത്ത ബട്ടർ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒരുപാട് പതഞ്ഞ് പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് നല്ല കട്ട മാറി ഒന്ന് നല്ലപോലെ മിക്സായി വന്നാൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ജിലേബി കളറാണ്, സാഫ്രാൻ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഒഴിവാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കുറച്ച് കളർ വരാൻ വേണ്ടിയാണ് കളർ ചേർത്തത്. ഇനി ഇതിലേക്ക് അപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദ ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാതെ ആദ്യം പകുതി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഈ മുട്ടയുടെ മിക്സുമായിട്ട് യോജിപ്പിച്ചെടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒരു വിസ്ക് വെച്ച് ഞാൻ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ശരിക്കും പൊടിയുടെ കൂടെ മിക്സ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ മറന്നു പോയതാ. പിന്നെ കുഴപ്പമില്ല, ഈ ഒരു സമയത്ത് ചേർത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നല്ലപോലെ മിക്സ് ആവണം കേട്ടോ. പൊടിയൊക്കെ കട്ട പിടിക്കാതെ എല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു പാകത്തിനാട്ടോ വേണ്ടത്. അപ്പോൾ ഈ മാവ് ഒഴിക്കാനായിട്ട് ഞാനൊരു കവർ ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല നമുക്ക് കൈ പിടിച്ച് നിൽക്കുമ്പോൾ അത് നമുക്ക് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഭാഗത്തോട്ട് മാത്രമേ ഈ മാവ് വന്നോളും. കണ്ട് ഈ ഒരു റിബൺ പരുവത്തിലാണ് ഇതിങ്ങനെ വീഴുന്നത്. ഈ ഒരു പാകത്തിലാട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിനിത് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഈ കവറിൻ്റെ താഴെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഓവനിൽ വെക്കാനുള്ളത് ആദ്യം തന്നെ ഈ ട്രേയിലൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമുക്കിങ്ങനെ ചെറുതായിട്ട് ചുറ്റിച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് എത്ര വലുപ്പം വേണം അതിൻ്റെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കുറച്ചൊന്ന് വലുതായി വരും. അപ്പോൾ ചെറിയ റൗണ്ട് ഇട്ടാൽ തന്നെ നമുക്ക് കുറച്ച് വലുപ്പമുള്ള ബിസ്ക്കറ്റ് തന്നെ കിട്ടുന്നത്. കണ്ടോ, ഇതൊന്നിങ്ങനെ പരന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്ന് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യട്ടെ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോഴേക്ക് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാൻ അടുപ്പിൽ വെക്കാൻ വേണ്ടി ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊരു പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്ത് അതിൽ ഞാൻ ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നിങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതിങ്ങനെ ഒരു ഫോയിലിൻ്റെ കഷ്ണം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് നമുക്ക് എടുക്കുമ്പോഴൊക്കെ സുഖമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഒരു ഫോയിൽ അത് പിടിച്ചെടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് ഒരു ഫോയിലും കൂടെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ഓവനിൽ വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കോയിൻ പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് നോക്കുക, അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഒഴുകിയിട്ട് അത് കൂടി പോയിട്ടുണ്ട്. അതേ ഉള്ളൊരു കുഴപ്പമായിട്ടുള്ളത്. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആണെല്ലാം. ഇതിൻ്റെ അടിഭാഗവും അതുപോലെ തന്നെ കണ്ടോ, കറക്റ്റ് കളറിലാണ് വന്നത്, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമുക്ക് ഈ ബിസ്ക്കറ്റ് റെഡി ആകുമ്പോൾ അറിയാൻ പറ്റും, ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒരു ഓറഞ്ച് കളറിൽ വരും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് സോഫ്റ്റ് ആണെന്ന്. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടണിയുമ്പോൾ ഒരു നല്ല കുറച്ച് ഹാർഡായി വരും കേട്ടോ. അപ്പോൾ നമ്മളെ ബിസ്ക്കറ്റിൻ്റെ കറക്റ്റ് പാകത്തിനനുസരിച്ച് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് അധികം ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ബട്ടർ ഉപയോഗിച്ച് ആ ബട്ടർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ബിസ്ക്കറ്റാണ്. അത് മാത്രമല്ല നമ്മളെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു ബിസ്ക്കറ്റ് കൂടാണിത്. കാരണം പണ്ട് കാലത്തൊക്കെ ഇതെപ്പോഴും കിട്ടുന്നുള്ളൂ. ഇപ്പം കുറവാണെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സോടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.